മനുഷ്യഹൃദയത്തെ ഉലയ്ക്കുന്നതും യുക്തിക്ക് നിരക്കാത്തതുമായ ഒരു സംഭവം. മരണപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് സ്വന്തം വയറ്റിൽ മറന്നുവച്ച കത്രികയുടെ കേസിൽ തെളിവ് നൽകാൻ ഹാജരാകണം എന്ന് പറഞ്ഞ് ഔദ്യോഗിക നോട്ടീസ് വരുമ്പോൾ കേട്ടു ഞെട്ടരുത്. ഇത് വെറും കഥയല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ്. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ ജോസഫ് പോൾ എന്ന സാധാരണക്കാരന്റെ ജീവിതം തകർത്തെറിഞ്ഞ കഥയാണ് ഇവിടെ ഇതൾ വിരിയുന്നത്. കൂർക്കാഞ്ചേരി മാളിയേക്കൽ വീട്ടിലെ ഓട്ടോ ഡ്രൈവറായ ജോസഫ് പോൾ എന്ന മനുഷ്യൻ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടയിലാണ് വിധിയുടെ ക്രൂരമായ പരീക്ഷണം ഉണ്ടായത്. 2020 മെയ് മാസത്തിൽ പാൻക്രിയാസിലും മറ്റ് ആന്തരിക അവയവങ്ങളിലും മുഴ കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം പ്രവേശിപ്പിക്കപ്പെട്ടു. 2 ശസ്ത്രക്രിയകൾ അതിജീവനത്തിനായി ജോസഫ് പോൾ വിധിയെ നേരിട്ടു. എന്നാൽ ആ ശസ്ത്രക്രിയകൾ അദ്ദേഹത്തിന് സമ്മാനിച്ചത് ആശ്വാസമായിരുന്നില്ല, തീരാ ദുരിതത്തിന്റെ പുതിയ അധ്യായമായിരുന്നു. 2ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 1.5 മാസത്തോളം വയറ്റിൽ അസഹനീയമായ വേദന. സംശയം തോന്നിയ ജോസഫ് പോൾ വീണ്ടും മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ വയറ്റിൽ പഴുപ്പുണ്ടെന്നും അടിയന്തരമായി മറ്റൊരു ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത്. അപ്പോഴാണ് ഒരു സ്വകാര്യ ലാബിൽ പോയി എക്സ്റേ എടുത്തതും. ആ ഒരു എക്സ്റേ റിപ്പോർട്ട് ജോസഫ് പോളിന്റെയും കുടുംബത്തിന്റെയും ഉള്ളൊലച്ച സംഭവമായി മാറി. വയറ്റിൽ ഒരു കത്രിക, ശസ്ത്രക്രിയയ്ക്കിടെ ഡോക്ടർമാർ മറന്നുവച്ച സമ്മാനം. ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞ നിമിഷം ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ ധൈര്യവും ചോർന്നു പോയേക്കാം. എന്നാൽ ജോസഫ് പോൾ തളർന്നില്ല. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ആ ജീവൻ അപഹരിക്കുകയായിരുന്ന കത്രിക പുറത്തെടുത്തു. ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. നീതിക്കായി വർഷങ്ങളോളം അദ്ദേഹം പോരാടി. മനുഷ്യാവകാശ കമ്മീഷന്റെ വിധി പോലും അദ്ദേഹത്തിന് അനുകൂലമായി വന്നിട്ടും അർഹിച്ച നഷ്ടപരിഹാരം പോലും ഈ പാവം കുടുംബത്തിന് ലഭിച്ചില്ല. എന്നാൽ വിധിയുടെ ക്രൂരത അവിടെ അവസാനിച്ചില്ല. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കിടയിലും ക്യാൻസർ ജോസഫ് പോളിന്റെ ശരീരത്തെ കാർന്നു തിന്നു. ഒടുവിൽ 2025 ജനുവരിയിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നീതി തേടിയുള്ള യാത്ര പാതി വഴിയിൽ അവസാനിച്ചു എന്ന് കരുതുമ്പോഴാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടാകുന്നത്. ജോസഫ് പോൾ മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും കഴിഞ്ഞ ഫെബ്രുവരി 17-ന് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദുവിന് തൃശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഒരു നോട്ടീസ് കിട്ടി. വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവത്തിൽ ഫെബ്രുവരി 20-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് അനക്സിൽ നേരിട്ട് ഹാജരായി തെളിവ് നൽകണം എന്നായിരുന്നു ആ നോട്ടീസിലെ നിർദ്ദേശം. 5 വർഷം മുൻപ് നടന്ന സംഭവത്തിൽ മരണപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞ ഒരാളോട് തെളിവ് നൽകാൻ ആവശ്യപ്പെടുന്ന ഈ ഉത്തരവാദിത്ത ബോധം ആരുടെ അനാസ്ഥയുടെ പ്രതീകമാണ്? നീതിക്ക് വേണ്ടി പൊരുതി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ഒരു മനുഷ്യന് മരണശേഷവും നീതി നിഷേധിക്കപ്പെടുന്നത് എത്ര വലിയ ദുരന്തമാണ്. എന്തായാലും ഇനിയെങ്കിലും ആ കുടുംബത്തിന് നീതി കിട്ടുമോ?